നമസ്കാരം. ഞാൻ ഡോക്ടർ മനു ഡയസ്, കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ, AJ ഹോസ്പിറ്റൽ, ട്രിവാൻഡ്രം. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ഡെങ്കിപ്പനിയെക്കുറിച്ചാണ്. മഴക്കാലമായി, മഴ കനഞ്ഞാലും ഇനി മഴ തോർന്നാലും പനി പിടിക്കുന്ന അവസ്ഥയാണ്. ഡെങ്കി, എലിപ്പനി, ചെള്ളുപനി, ഹെപ്പറ്റൈറ്റിസ്, കോളറ, ടൈഫോയിഡ്, കോവിഡ്, സാധാ വൈറൽ പനികൾ, ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ലിസ്റ്റ്. ഏത് പനികളായാലും ഏത് രോഗങ്ങളായാലും മുതിർന്നവർ, കുട്ടികൾ, ഗർഭിണികൾ ഇവരാണ് കൂടുതലായി ശ്രദ്ധിക്കേണ്ടത്. ട്രോപ്പിക്കൽ ഫീവർ എന്ന് നമ്മൾ വിളിക്കുന്ന പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞു പോകുന്ന പനികൾ ഉൾപ്പെടുന്നവയാണ് ഡെങ്കിപ്പനി, എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസ്, ചെള്ളുപനി അഥവാ സ്ക്രബ് ടൈഫസ് എന്നീ രോഗങ്ങൾ. ഇതിനകത്ത് നമ്മുടെ നാട്ടിൽ നമ്മൾ കൂടുതലായി കണ്ടുവരുന്നത് എലിപ്പനിയും ഡെങ്കിപ്പനിയുമാണ്. ഡെങ്കിപ്പനി എന്ന് പറയുമ്പോൾ അതൊരു വൈറൽ പനിയാണ്. സാധാരണ വൈറൽ പനികൾ പോലെ തന്നെ ശക്തമായ പനി, തലവേദന, കണ്ണിന് പുറകിലെ വേദന, അതുപോലെ ദേഹത്ത് റാഷ് വരിക, ഇതൊക്കെയാണ് സാധാരണ കാണുന്ന രോഗലക്ഷണങ്ങൾ. ഇതിൽ ഈ പനി വരുമ്പോൾ സാധാരണമായി കരളിനെയും ചെറിയ രീതിയിൽ ബാധിക്കാവുന്നതാണ്. നമ്മുടെ ബ്ലഡ് ടെസ്റ്റിൽ SGOT, SGPT എന്ന് പറയുന്ന ടെസ്റ്റ് ചെറിയ തോതിലൊന്ന് പൊങ്ങി കാണാറുണ്ട്, പക്ഷേ ഗുരുതരമായ രീതിയിലല്ല ബാധിക്കാറ് സാധാരണ. ഈ ഡെങ്കിയുടെ അകത്ത് തീവ്രതയെ കൂട്ടിക്കാണിക്കുന്ന രോഗലക്ഷണങ്ങളുണ്ട്, അത് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കഠിനമായ വയറുവേദന, ഛർദിൽ, ദേഹത്ത് നീര് വരിക എന്നിവയാണ് സാധാരണ കാണുന്ന ഈ രോഗലക്ഷണങ്ങൾ. അതുപോലെ പനി തുടങ്ങി ഡെങ്കി ബാധിതരിൽ 5-ാം ദിവസം മുതൽ 9-ാം ദിവസം വരെ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കുറഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ സമയത്ത് പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു പോകുമ്പോൾ രക്തസ്രാവം ഉണ്ടാവുകയാണെങ്കിൽ അത് സാധാരണഗതിയിൽ മലം കറുത്തു പോകുന്നതായിട്ടോ അല്ലെങ്കിൽ മോണയിൽ നിന്നോ മൂക്കിൽ നിന്നോ രക്തം പൊടിയുന്നതായിട്ടോ കാണാറുണ്ട്. ഇങ്ങനെ ഉള്ള രോഗികളിലും അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ് തീവ്രമായി കുറഞ്ഞു പോകുന്ന രോഗികളിലും 10,000-ന് താഴെ പോവുകയാണെങ്കിൽ മഞ്ഞ രക്തം എന്ന് നമ്മൾ വിളിക്കുന്ന പ്ലേറ്റ്ലെറ്റ് കോൺസെൻട്രേറ്റ് അടക്കേണ്ടതായി വരാറുണ്ട്. വളരെ വിരളമായി ഡെങ്കി ബാധിതരിൽ കാണുന്ന ചില സങ്കീർണതകളുണ്ട്. അതായത് ശ്വാസകോശത്തിൻ്റെ ചുറ്റും നീര് കെട്ടുക, ഹൃദയത്തെ ബാധിക്കുന്നത് മൂലം BP അഥവാ രക്തസമ്മർദ്ദം തീരെ കുറഞ്ഞു പോവുക എന്നിവയാണത്. ഈ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും സാധാരണഗതിയിൽ ആദ്യമായി വരുന്ന ഡെങ്കിപ്പനി അപകടകാരിയല്ല. സാധാ വൈറൽ പനി പോലെ തന്നെ നല്ല റെസ്റ്റ്, നല്ലോണം വെള്ളം കുടിക്കുക, ഭക്ഷണം കഴിക്കുക, അതുപോലെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് മോണിറ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതുപോലെ ഡെങ്കി രോഗം പകരാതിരിക്കാനായിട്ട് നമുക്ക് ഈ കൊതുകുവല ഉപയോഗിക്കുക, മൊസ്കിറ്റോ റിപ്പലൻ്റ് ക്രീമുകൾ, മൊസ്കിറ്റോ റിപ്പലൻ്റ് സ്റ്റിക്കേഴ്സ് എന്നുള്ള സാധനങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വെള്ളം കെട്ടിക്കിടക്കുന്നത് തടയുന്നതിലൂടെ ഒരു പരിധിവരെ നമുക്ക് കൊതുകിൻ്റെ ശല്യം അകറ്റി നിർത്താൻ പറ്റുന്നതാണ്. എന്നാൽ എലിപ്പനി ഡെങ്കി പോലെ ഇത്ര നിസ്സാരക്കാരനല്ല. ഡെങ്കിയുടെ തന്നെ പല രോഗലക്ഷണങ്ങളും ഉണ്ടെങ്കിൽ പോലും വൃക്ക, ഹൃദയം, ശ്വാസകോശം എന്നിവയെ വളരെ സീരിയസ് ആയി ബാധിക്കാൻ സാധ്യതയുള്ള രോഗമാണ് എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസ്. ഇതിലൂടെ മോർട്ടാലിറ്റി അഥവാ മരണസാധ്യത വളരെ കൂട്ടാനുള്ള സാധ്യതകളും ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായ ഒരു സംശയം ഉണ്ടാവും, എലിപ്പനി എങ്ങനെയാണ് പകരുന്നത്? എലിപ്പനി പടരുന്നത് സാധാരണഗതിയിൽ എലിയുടെ മൂത്രം അടങ്ങിയിരിക്കുന്ന വെള്ളവുമായി സമ്പർക്കത്തിൽ വരുമ്പോഴാണ്. ഇത് നമ്മുടെ ശരീരത്തിൽ മുറിഞ്ഞിരിക്കുന്ന ഒരു ഭാഗവുമായി സമ്പർക്കത്തിൽ വരുമ്പോഴാണ് സാധാരണഗതിയിൽ നമ്മൾ രോഗബാധിതരാകുന്നത്. അതുകൊണ്ട് തന്നെ ചെളിവെള്ളവുമായി ഇടപെടുന്നവർ, അതായത് തൊഴിലുറപ്പ് ജീവനക്കാർ, കർഷകർ, ചെളിവെള്ളത്തിൽ കളിക്കാൻ പോകുന്നവർ, അല്ലെങ്കിൽ മഴ സമയത്ത് വീട്ടിൽ വെള്ളം കയറുന്നവർ, ഇവരൊക്കെയാണ് രോഗബാധിതരാകാൻ സാധ്യത കൂടുതലുള്ളത്. അപകട സാധ്യത കൂടുതലുള്ളവർ ഒരു പനി വരുന്ന സമയത്ത് ഒരു ഡോക്ടറെ കണ്ട് ആവശ്യമുള്ള ടെസ്റ്റുകൾ ചെയ്തിട്ട് ഇത് അപകടകാരിയല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇൻ കേസ് നമുക്ക് ഈ ചെളിവെള്ളവുമായി സമ്പർക്കത്തിൽ വരുന്നവർക്ക് ഇതിനെ പ്രതിരോധിക്കാനായിട്ട് മരുന്നുകളുണ്ട്. ഡോക്സിസൈക്കിൾ എന്ന് പറയുന്ന മരുന്ന് എടുക്കാവുന്നതാണ് ഒരു ഡോക്ടറിനെ കണ്ടതിന് ശേഷം മാത്രം. എലിപ്പനിയിൽ തീവ്രതയെ കാട്ടുന്ന രോഗലക്ഷണങ്ങളുണ്ട്. മഞ്ഞ നോവ്, മൂത്രത്തിൻ്റെ അളവ് കുറയുക, അതുപോലെ ദേഹത്ത് നീര് കെട്ടുക, BP അഥവാ രക്തസമ്മർദ്ദം കുറഞ്ഞു പോവുക, ശ്വാസതടസ്സം എന്നിവയാണത്. ഇതുപോലെ മഴ സമയത്ത് കൂടിക്കാണുന്ന മറ്റ് രോഗങ്ങളുണ്ട്. വാട്ടർ ബോൺ ഡിസീസ്, അതായത് ജലജന്യ രോഗങ്ങളെന്ന് നമ്മൾ വിളിക്കുന്ന ഹെപ്പറ്റൈറ്റിസ്, ടൈഫോയിഡ്, കോളറ എന്നീ രോഗങ്ങളും ശ്വാസകോശത്തിനെ ബാധിക്കാൻ സാധ്യതയുള്ള കോവിഡ് പോലുള്ള വൈറൽ പനികളുമാണിത്. അപ്പോൾ ഈ മഴക്കാലത്ത് ഒരു പനി വരുമ്പോൾ എൻ്റെ പനി ഇതിലേതാണ് എന്നൊരു സംശയം എല്ലാവർക്കും കാണും. അത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റുമെന്നുള്ള സംശയം കാണും. എപ്പോഴും ഒരു പനി വരുമ്പോൾ ഒരു രോഗവും തന്നെ നിസ്സാരമായി കാണാതിരിക്കുക. അമിത ചികിത്സ, അശ്രദ്ധ, സ്വയം ചികിത്സ എന്നിവ ഒഴിവാക്കുക. നമ്മുടെ കുടുംബത്തിൻ്റെ ആരോഗ്യം നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണ് എന്ന് തിരിച്ചറിയുന്നതിലൂടെ ഈ മഴക്കാലത്തെ നമുക്ക് ചേർത്ത് നിൽക്കാം. നന്ദി, നമസ്കാരം.